ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ പരിചിതവും നമ്മൾ നമ്മുടെ പലപ്പോഴും നമ്മൾ കോപ്പി ചെയ്യുന്നതുമായ ഒരു വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം, നമ്മൾ അതിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം. ലൂക്കോസ് 11-ന്റെ 9-10. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്നവൻ ഏവനെ ലഭിക്കുന്നു; അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു; മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിനുള്ളവരെ, ജീവിതത്തില് ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വാസികളെന്നുള്ള നിലയിൽ, തൻ്റെ മക്കളെന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ അതിനായിട്ട് യാചിക്കുകയും അതിനായിട്ട് ചോദിക്കുകയും അതിനായിട്ട് മുട്ടുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ഇതാ നമുക്ക് ഈ പരിചിതമായ ഈ കാര്യം തന്നെ ഇന്ന് നമുക്ക് വളരെ വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മളെ തുടക്കത്തിൽ വേറെ പറഞ്ഞു, ദൈവമാണ് നമ്മളെ ശോധന ചെയ്ത് അറിയുന്നത്. നമുക്ക് തന്നെ നമ്മളുടെ ഹൃദയത്തെ വേണ്ട പോലെ അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിനാണ് നമ്മളെ ശോധന ചെയ്ത് നല്ലതുപോലെ അറിയാവുന്നത്. അങ്ങനെയുള്ള ദൈവം, ആ ദൈവത്തിന് നമ്മൾ യാചിക്കാൻ പോകുന്ന നമ്മുടെ ആവശ്യങ്ങൾ അറിയേലേ? തീർച്ചയായിട്ടും അറിയാം, നമ്മുടെ ആവശ്യങ്ങൾ അറിയും. എങ്കിലും ദൈവത്തിന് അറിയാമെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ എന്ത് വേണം? നമ്മൾ ദൈവത്തോട് യാചിക്കുകയും ചോദിക്കുകയും മുട്ടുകയും വേണം എന്നാണ് ഇവിടെ പറയുന്നത്. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു; അന്വേഷിക്കുന്നവൻ കണ്ടെത്തും; മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കണ്ടോ, കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് അത് പറയുമ്പോൾ അതിന്റെ ഓതന്റിസിറ്റിക്ക് വേണ്ടി, അതിന്റെ ആധികാരികതയ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഒരു രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്ന പോലെ, ഞാൻ തന്നെ കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ കർത്താവ് പറയുന്നു, എന്നാൽ മുട്ടുന്നവന് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ വിശ്വാസത്തോടെ നമ്മുടെ ആവശ്യങ്ങളെ നമ്മുടെ കർത്താവിനോട് പറയാൻ നമ്മൾ മടിക്കണ്ട. ഏതൊക്കെ ആവശ്യങ്ങൾ, എന്തൊക്കെ, അതിനെക്കുറിച്ച് മുകളിൽ കർത്താവ് തന്നെ ഒരു ഉപമ ഇതിനോട് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം. 11-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 13 വരെയുള്ള ആ വാക്യങ്ങൾ ഒരു പാരഗ്രാഫായിട്ട് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ 2 വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചത്. നമുക്ക് അവിടെ 5-ാമത്തെ വാക്യം മുതൽ, ലൂക്കോസ് 11-ന്റെ 5 മുതൽ കർത്താവ് ഇതിനോട് ചേർത്ത് യാചിക്കുന്നതിനെ കുറിച്ച്, മുട്ടുന്നതിനെ കുറിച്ചും അന്വേഷിക്കുന്നതിനെ കുറിച്ചും ആ കാര്യം വ്യക്തമാകാൻ വേണ്ടി ഒരു ഉപമ പറഞ്ഞിരിക്കുന്നു. കർത്താവ് ഉപമ കൂടാതൊന്നും പറഞ്ഞിട്ടില്ല, കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. കണ്ടോ, ഈ ഉപമ എന്താണ്? അവിടെ ഇതാ അതിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, പിന്നെ അവൻ അവനോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുക്കാൻ എൻ്റെ മക്കൾ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാൽ, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കൽ വിട്ട് എഴുന്നേറ്റ് അവൻ വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തുന്നു. കണ്ടോ, ഈ വാക്യത്തിന്റെ തൊട്ടു മുകളില് ഒരു ഉപമയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഉപമ? അവിടെ ഈ 5-ാമത്തെ വാക്യത്തില്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. എന്തോ മനസ്സിലായി? ആകെപ്പാടെ ഈ സ്നേഹിതന്മാരെല്ലാം കൂടെ കിടന്നങ്ങ് ഏത് സ്നേഹിതന്റെ അടുത്തേക്ക്, അപ്പോൾ ഏത് സ്നേഹിതന്റെ അടുത്തേക്ക് പോയി? ഒരു വ്യക്തത ഈ മലയാളത്തിൽ വായിച്ചാൽ വേണ്ടതുപോലെ വരികയില്ല. ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്
സ്നേഹിതനായി എനിക്ക് 3 വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ മൊത്തം സ്നേഹിതന്മാരെ നമുക്ക് ഇങ്ങനെ പറയാം, 3 സ്നേഹിതന്മാർ. അതിൻ്റെ അകത്ത് ഈ 3 സ്നേഹിതന്മാരിൽ എന്താ സംഭവിച്ചത്? ഒരു സ്നേഹിതൻ അർദ്ധരാത്രിക്ക് മറ്റൊരു സ്നേഹിതന്റെ വീട്ടിൽ ചെന്നു. അർദ്ധരാത്രിക്ക് ചെല്ലാമോ? സ്നേഹിതനാന്ന് പറഞ്ഞാലും അത്രയും സ്വാതന്ത്ര്യം എടുക്കാം. പക്ഷെ ഈ സ്നേഹിതൻ അത്രയും സ്വാതന്ത്ര്യം എടുത്തു, ചെന്നു, കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പം ആ വീട്ടുകാരന് മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇവന് അത്താഴമൊന്നും കഴിച്ചിട്ടില്ല, ഇവൻ വിശന്നാ വന്നേക്കുന്നത് എന്ന് മനസ്സിലായപ്പോ ആ വീട്ടുകാരൻ അവന് എന്ത് ചെയ്തു? അവന്റെ പക്കല് ഈ വന്ന സ്നേഹിതന് വിളമ്പാൻ അപ്പമൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ 3ാമതൊരു സ്നേഹിതന്റെ അടുത്ത് ചെന്ന്, തന്റെ ഒരു സ്നേഹിതന്റെ അടുത്ത് ചെന്ന് അവന്റെ വാതുക്കൽ മുട്ടിയപ്പോ ആ സ്നേഹിതൻ ആദ്യം ചില തടസ്സങ്ങൾ പറഞ്ഞെങ്കിലും ഇവൻ മടി കൂടാതെ മുട്ടിയപ്പോ ഈ സ്നേഹിതൻ എഴുന്നേറ്റ് അവന് വേണ്ടുന്നത് പോലെ കൊടുത്തു. ആ അപ്പവും വാങ്ങിച്ചുകൊണ്ട് ഈ സ്നേഹിതൻ വന്ന് അർദ്ധരാത്രിക്ക് തന്റെ വീട്ടിൽ വന്ന സ്നേഹിതന് വേണ്ടതെല്ലാം കൊടുത്ത് കാര്യങ്ങൾ ഭംഗിയാക്കി തീർത്തു. ഇതാണ് കഥ. അപ്പോ നിങ്ങളെ കുഞ്ഞുങ്ങളെ ഈ സ്നേഹിതന്മാരെല്ലാം കൂടെ ഒരു കൺഫ്യൂഷനായോ? ആരുടെ അവിടെ ചെന്നാ മുട്ടിയത്? ആരെവിടുന്ന് എങ്ങോട്ട് ചെന്ന് ചോദിച്ചു? അവിടുന്ന് ഏത് സ്നേഹിതൻ ആർക്ക് കൊടുത്തു? നമുക്ക് എളുപ്പത്തിനായിട്ട് നമുക്ക് പറയാം, 3 സ്നേഹിതന്മാരാവുന്നത്. സ്നേഹിതൻ എ, സ്നേഹിതൻ ബി, സ്നേഹിതൻ സി എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്നേഹിതന്മാരെ ഒന്ന് തരം തിരിച്ചറിഞ്ഞാലോ, ഇതില് ഒടുവില് പറഞ്ഞ സ്നേഹിതൻ സി എന്ന് പറയുന്ന സ്നേഹിതൻ ആരാ? അത് കർത്താവ് തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ട്. എന്താ അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ 13ാമത്തെ വാക്യത്തിൽ, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. അപ്പോ ഈ വീട്ടില് വന്നു മുട്ടി നിരന്തരം അവിടെ നിന്ന് മുട്ടിക്കൊണ്ടിരുന്ന ആളിന് വീട്ടിൽ നിന്ന് അപ്പം എടുത്തു കൊടുത്ത ആ സ്നേഹിതൻ സി എന്ന് പറയുന്നത് ആരാ? സ്വർഗസ്ഥനായ പിതാവ്. സ്വർഗസ്ഥനായ പിതാവ്. ഈ സ്നേഹിതന്റെ വീട്ടിൽ ചെന്ന് മുട്ടുന്നത് ആരാ? മുട്ടുന്നത് നമ്മളാ. അപ്പൊ സ്നേഹിതൻ എ എന്ന് പറയുന്നത് നമ്മളാന്ന് പറയാം. സ്നേഹിതൻ എ എന്ന് പറയുന്നത് നമ്മളാണ്. സ്നേഹിതൻ സി എന്ന് പറയുന്നത് കർത്താവാണ്. എ ചെന്ന് സിയുടെ വാതുക്കൽ മുട്ടി അപ്പം വാങ്ങിക്കൊണ്ട് വന്നത് എന്തിനു വേണ്ടിയാ? ബിക്ക് കൊടുക്കാൻ വേണ്ടി. ബി എന്തോ ചെയ്തു? ഈ അർദ്ധരാത്രിക്ക് നമ്മുടെ വീട്ടിൽ വരും. കേട്ടോ, നമുക്ക് ധൈര്യം തരുന്ന ഒരു കാര്യമുണ്ട്. നമ്മള് ഏത് അർദ്ധരാത്രിക്കും ഈ കർത്താവിന്റെ അവിടെ ചെന്ന് മുട്ടിയാൽ കർത്താവ് എന്തോ ചെയ്യും? കർത്താവ് ധാരാളമായിട്ട് നമുക്ക് തരും. അതാണ് 13ാമത്തെ വാക്യത്തിൽ കാണുന്നത്. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, കണ്ടോ, ആ ഉപമ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആ ബന്ധത്തെ സ്നേഹിതൻ എന്നുള്ള ബന്ധത്തിനപ്പുറത്തൊരു തലത്തിലേക്ക് കൊണ്ടുപോവുക. അപ്പനും മകനും എന്നുള്ള തലത്തിലേക്ക് കൊണ്ടുപോകുക. മകൻ വന്നിട്ട് നല്ല ദാനങ്ങളെ ചോദിച്ചാൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും? ഇവിടെ ഇതാ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് ഹോളി സ്പിരിറ്റിന്റെ ഒരു വർത്തമാനമായ ഒരു അനുഭവത്തിനായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനായിട്ടുള്ള ഒരു ചോദ്യവും അതിനായിട്ടുള്ള ഒരു യാചനയുമാണ് ഇതൊന്നും നമ്മൾ ചിലപ്പോൾ ധരിച്ചേക്കുന്നായി. ഇതിനെക്കുറിച്ച് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നിടത്ത് ഇതിന്റെ മൂലഭാഷയിൽ ഗ്രീക്കില് പരിശുദ്ധാത്മാവിന്റെ തൊട്ട് മുമ്പ് ഒരു പ്രത്യയം ചേർത്ത, ഇംഗ്ലീഷിൽ നിങ്ങൾക്കറിയാമല്ലോ, ദ ഹോളി സ്പിരിറ്റ് എന്നോ ഹോളി സ്പിരിറ്റ് എന്നോ എ എന്നോ ഡി എന്നോ ഒരു പ്രത്യയം ചേർത്താൽ ആ ഹോളി സ്പിരിറ്റ് എന്താ?
ശരിക്കുള്ള ഹോളി സ്പിരിറ്റിന്റെ ആളത്വത്തെയാണ് കാണിക്കുന്നത്. എന്നാൽ എ എന്നോ ബി എന്നോ ഉള്ള പ്രത്യയം ചേർക്കാതെ വെറുതെ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഹോളി സ്പിരിറ്റിന്റെ നൽകുന്ന പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനത്തെയാണ് കാണിക്കുന്നത്. ഇതാണ് ഗ്രീക്കിലെ അതിന്റെ വ്യാകരണം എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. നിങ്ങൾ പേടിക്കുക, വ്യാകരണമൊക്കെ പേടിച്ച് അവരിന്ന് ഞായറാഴ്ച ഇവിടെ വന്നപ്പോൾ അതിനേക്കാളും വ്യാകരണമൊക്കെ പറയും. ചുരുക്കം നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഈ പരിശുദ്ധാത്മാവിനെ എത്രയധികം എന്ന് പറയുന്നിടത്ത് പരിശുദ്ധാത്മാവിനായിട്ട് ആ പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തിന് വേണ്ടിയുള്ള ചോദ്യമല്ല. പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തിന് വേണ്ടിയുള്ള ചോദ്യമായിരുന്നെങ്കിൽ എന്തുണ്ടാകുമായിരുന്നു? ആ പ്രത്യയം ഉണ്ടാകുമായിരുന്നു. ബി എന്നോ എ എന്നോ ഉള്ള ആ ഒരു പ്രത്യയം ഹോളി സ്പിരിറ്റിന് മുമ്പ് ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇവിടെ ഗ്രീക്കിൽ അതില്ല. വെറുതെ ഹോളി സ്പിരിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതെന്താ? ഹോളി സ്പിരിറ്റ് തരുന്ന ദാനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഇതേ ഭാഗം തന്നെ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നിടത്ത് അവിടെ പരിശുദ്ധാത്മാവെന്നല്ല, ഇതിനോട് ചേർത്ത് വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കേട്ടോ. അവിടെ പരിശുദ്ധാത്മാവ് എന്ന വാക്കില്ല, പകരം എന്താ? നല്ല ദാനം. അപ്പൊ ഈ മത്തായി 7:11 നമുക്ക് ലൂക്കോസ് 11:13 താരതമ്യം ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പറയാം. ചെട്ടി ചോദിച്ചത് എന്തിനു വേണ്ടിയാണ്? ദാനങ്ങൾക്ക് വേണ്ടി. പരിശുദ്ധാത്മാവിന്റെ തന്നെ ദാനങ്ങളാണ്, അല്ലാതെ പരിശുദ്ധാത്മാവ് ഒരാളത്വം എന്നുള്ള നിലയിൽ പ്രാപിക്കാനായിട്ടുള്ള ചോദ്യമല്ല എന്ന് വേദപണ്ഡിതന്മാരെ പറയാറുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ എന്തൊക്കെയാ? നമുക്കറിയാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 23 പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിങ്ങനെ ഒരു 9 കൂട്ടം ഫലങ്ങൾ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തെ ഇങ്ങനെ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്താ നമ്മുടെ സ്നേഹിതനൊക്കെ ആയിരിക്കും ചിലപ്പോ വരുമ്പോ നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം, സ്നേഹമോ സന്തോഷമോ സമാധാനമോ ദീർഘക്ഷമയോ ദയയോ പരോപകാരമോ വിശ്വസ്തതയോ സൗമ്യതയോ ഇന്ദ്രിയജയമോ ഒന്നും വേണ്ടതുപോലെ നമുക്ക് കാണിക്കാനായിട്ട് കഴിയാത്ത ഒരു അവസ്ഥ വരുമ്പോ സത്യത്തില് അവിടെയാണ് നമുക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ദാനം ആവശ്യമുള്ളത്. അവിടെയാണ് നമ്മൾ കർത്താവിന്റെ അടുത്ത് ചെന്ന് എനിക്ക് 3 അപ്പം തരണം എന്ന് പറയുമ്പോ ഈ വന്ന ആളിനെ തൃപ്തിപ്പെടുത്താനാ. വന്ന ആളിന് എന്ത് വേണം? അദ്ദേഹത്തിന് ക്ഷമയായിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദയയായിരിക്കും വേണ്ടത്, അദ്ദേഹത്തിന് സൗമ്യതയായിരിക്കും വേണ്ടിയത്. ഇത് നമ്മിലില്ല. ഈ നമ്മൾ പറഞ്ഞ എ എന്ന് പറയുന്ന ആളിന്റെ വീട്ടിൽ എന്തില്ല? ഇതൊന്നും കാണുന്നില്ല. അർദ്ധരാത്രിയാണ്, അസമയമാണ്, അപ്പം കൊടുക്കണം. അപ്പം എന്താ? അപ്പം നമ്മൾ പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ ദാനമായ ഈ ക്ഷമയോ ദയയോ ഒക്കെ കൊടുക്കാൻ നോക്കുമ്പം തന്നിൽ തന്നെ അതില്ല. തന്നിൽ തന്നെ അതില്ലാത്തപ്പോ അവരെന്ത് ചെയ്യണം? അവൻ ചെന്ന് സിയുടെ അടുത്ത് ചെന്ന്, കർത്താവിന്റെ അടുത്ത് ചെന്ന് കർത്താവിനോട് ചോദിക്കണം. കർത്താവ് അവന് തീയെ തൃപ്തിപ്പെടുത്താൻ വേണ്ട ആ പരിശുദ്ധാത്മാവിന്റെ ദാനം അല്ലെങ്കിൽ ആ നല്ല ദാനങ്ങളെ ദൈവം തരും എന്നാണ് ഇവിടെ തരുന്ന ഉറപ്പ്. കണ്ടോ? അപ്പം തീ എന്ന് പറയുന്നത് എന്താ? തീ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്നേഹിതനാണ്, നമ്മുടെ എന്തോ തരത്തിൽ നമ്മളോട് ബന്ധപ്പെട്ടയാളാണ്. പക്ഷെ ആ ആള് എന്താ കൊണ്ടുവന്നത് പലതരത്തിലുള്ള പരീക്ഷയും പ്രശ്നവും പീഡനവും ഒക്കെ തന്നെയാണ് നമുക്ക് കൊണ്ടുവന്നത്. അതിനെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ കയ്യിൽ എന്തില്ല? നമ്മുടെ കയ്യിൽ അതിന് വേണ്ട നല്ല ദാനങ്ങളില്ല. അല്ലെങ്കിൽ ഈ ആളിനെ കഥയോട് ചേർത്ത് നമുക്ക് ഉപമയോട് ചേർത്ത് ഇങ്ങനെ പറയാം, വന്നയാളിനെ തൃപ്തിപ്പെടുത്താൻ നമ്മുടെ കയ്യിൽ അപ്പമില്ല. അപ്പം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, ആ ആളിന് കൊടുക്കേണ്ട ക്ഷമയായിരിക്കാം, ദയയായിരിക്കാം, സൗമ്യതയായിരിക്കാം, എന്തുമാട്ടെ അദ്ദേഹത്തിന് അത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാര്യം നമ്മുടെ സ്നേഹിതനാ. ഈ
ഈ വന്ന ബി എന്ന് പറയുന്ന ആള് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. പക്ഷെ ആ വേണ്ടപ്പെട്ട ആള് പലപ്പോഴും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ആളാണ്. ആ ബുദ്ധിമുട്ടിക്കുന്ന ആളിന് ആ ബുദ്ധിമുട്ടിന്റെ സമയത്ത് നമ്മൾ പകയോടെ, നീരസത്തോടെ, കയ്പോടെ അയാളോട് പെരുമാറിയാൽ അയാൾക്ക് അപ്പം കൊടുക്കുന്നില്ല. അതേസമയം അദ്ദേഹത്തോട് സൗമ്യതയോടെ, ദയോടെ, ക്ഷമയോടെ ഒക്കെ പെരുമാറിയാൽ ആ അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് നമുക്ക് കഴിയും എന്ന് നമുക്കിതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രിയപ്പെട്ടവരാരാ? നമ്മളൊക്കെ കുടുംബമായിട്ട് താമസിക്കുന്നു, നമ്മുടെ ജീവിത പങ്കാളിയുണ്ട്. ചില സമയത്ത് വന്ന് ചിലർ ചോദിക്കുമ്പോൾ നമ്മള് എന്തോ ഇതിനൊക്കെ മറുപടി പറയുന്നത് നമ്മള് പക്ഷേ തട്ടിക്കയറാൻ ഒക്കുമോ? നീ പോയി നിന്റെ പണി നോക്കെന്ന് പറയാൻ ഒക്കുമോ? ഒക്കുകയില്ല. നമ്മുടെ സ്നേഹിതനാ. ഈ സ്നേഹിതൻ വിശന്ന് വന്ന ഈ സ്നേഹിതനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് എന്തുണ്ട്? ബാധ്യതയുണ്ട്. ആ തൃപ്തി എന്ന് പറയുന്നത് ഏതിലൂടെ നമുക്ക് കൊടുക്കാൻ ഒക്കുള്ളൂ? സ്നേഹത്തിലൂടെയും സമാധാനത്തിലൂടെയും ദയവിലൂടെയും ഒക്കെ കൊടുക്കാൻ ഒക്കുള്ളൂ. അപ്പോ ഇവളോട് സ്നേഹവും സമാധാനവും സന്തോഷവും കൊടുക്കണമല്ലോ എന്ന് വെച്ച് ഓടിച്ചെന്ന് കലവറ നോക്കുമ്പോൾ എന്താ, അവിടെ ഒരൊറ്റ അപ്പം പോലും ഇല്ല, സൗന്ദര്യമില്ല, ക്ഷമയുമില്ല, ദയയുമില്ല, ഒന്നുമില്ല. ഈ സമയത്ത് എന്താ ചെയ്യാവുന്നത്? രണ്ട് രീതിയിൽ പെരുമാറാം. ഇവിടെ നിനക്ക് തരാൻ സൗമ്യതയും ക്ഷമയും ഒന്നുമില്ല, എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഉള്ളത് കുറച്ച് തട്ടിക്കയറ്റവും ദേഷ്യവും ഒക്കെയാ, അത് തന്നേക്കാം എന്ന് പറയാൻ ഒക്കുമോ? നമുക്കങ്ങനെ പറയാൻ ഒക്കുകയില്ല. കർത്താവ് പറഞ്ഞ ഉപമയിലെ സ്നേഹിതനെ അങ്ങനെയല്ല പറഞ്ഞത്. സ്നേഹിതനെ തന്റെ പോരായ്മ കണ്ടപ്പോൾ എന്ത് ചെയ്തു? തന്റെ സ്നേഹിതനായ സിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവിടെ നിന്ന് ഈ ആത്മാവിന്റെ ദാനങ്ങളായ, നല്ല ദാനങ്ങളായ സ്നേഹവും സമാധാനവും സന്തോഷവും സൗമ്യതയും ഒക്കെ നേടിക്കൊണ്ട് വന്നിട്ട് ഈ അർദ്ധരാത്രിക്ക് വന്ന പ്രിയപ്പെട്ടവൾക്ക് കൊടുത്തു. നമ്മളെ പലപ്പോഴും അസമയത്ത് വന്നിങ്ങനെ കാര്യങ്ങള് വാതിക്കൽ മുട്ടുന്നവരാരാണ്? നമ്മുടെ ജീവിത പങ്കാളിയാകാം, നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാരാകാം. ചിലര് രാത്രി 10 മണിക്ക് 11 മണിക്കൊക്കെ വിളിച്ച് ചില കാര്യങ്ങൾ ചോദിക്കുകയല്ലേ, വന്ന് മുട്ടുക. ഈ ആളിന് എന്താ നമ്മൾ കൊടുക്കുന്നത്? നമ്മുടെ ഉള്ളിൽ നോക്കുമ്പം കൊടുക്കാനൊന്നുമില്ല. പക്ഷെ വിഷമിക്കല്ലേ, ചെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഒരിടമുണ്ട്. ഏതാ? നമ്മുടെ സ്നേഹിതനായ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ കർത്താവ് തരും. അത് വാങ്ങിച്ച് ഈ ആളിന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ അയൽക്കാര്, നമ്മുടെ സ്നേഹിതൻ, നമ്മുടെ സഹോദരൻ, അങ്ങനെ അല്ലെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ നമ്മുടെ മേലുദ്യോഗസ്ഥൻ, നമ്മോടൊപ്പം ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ നിരന്തരം നമ്മുടെ സ്നേഹിതന്മാര് എന്ന് നമ്മൾ കരുതുന്ന പലരും നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ സമ്മർദ്ദത്തിലാക്കുക. എന്താ സമ്മർദ്ദത്തിലാക്കുന്നത്? എനിക്ക് വിശപ്പുണ്ട്, എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്ത് എന്ന് പറഞ്ഞ് വരിക. അതെപ്പോഴാ? ആ സമയത്തൊക്കെയാ പലപ്പോഴും വരുന്നത്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പ്രസംഗമൊക്കെ കേട്ട് സന്തോഷമായിട്ട് ഇരിക്കുമ്പോൾ വന്ന് വലിയ ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ അപ്പം ഉണ്ടോ, ഉടനെ എടുത്ത് കൊടുക്കാം. അതൊന്നുമില്ല. ഇപ്പൊ രാവിലെ മുതൽ വൈകുന്നവരെ അധ്വാനിച്ച് വന്നു, പിന്നെ റേഷൻ കടയുടെ ക്യൂവിൽ പോയി 1 മണിക്കൂർ നിന്നു, ഇതെല്ലാം കഴിഞ്ഞ് ബസ്സും കിട്ടാതെ നടന്ന് വന്ന് വീട്ടിൽ വന്ന് ഒരു വിധത്തില് ഒന്ന് കിടന്നൊന്ന് കണ്ണടയ്ക്കുമ്പോഴാണ് ഓരോ കിന്നാരവും കൊണ്ടുവരുന്നത്. എവിടാ ഈ സമയത്ത് നമ്മൾ ദയയോടെ സൗമ്യതയോടെ എങ്ങനെയാ പെരുമാറുക? ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള കണ്ടോ, ഈ പറഞ്ഞ കഥ ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ ഒരാൾക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് സംഭവിക്കാറില്ലേ? പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ സ്നേഹിതര് എന്ന് കരുതുന്ന പലരും നമ്മുടെ അടുത്ത് വന്ന് അവര് ആ നിലയിൽ ചിലത് ഡിമാൻഡ് ചെയ്യുക. ആ സമയത്ത് നമ്മൾ പൊട്ടിത്തെറിച്ചും നമ്മുടെ ഉള്ളിലുള്ള കയ്പും പകയും ഒക്കെ അവരോട് തീർക്കാതെ, അവരോട് സ്നേഹത്തോടും ദയയോടും കരുണയോടും സമാധാനത്തോടും സൗമ്യതയോടും പെരുമാറാൻ വേണ്ട അപ്പം എവിടെ കിട്ടും? ഒരിടത്ത് കിട്ടും. സ്നേഹിതൻ സിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ ആ കർത്താവ് എന്താ ചെയ്യുമെന്നാ പറഞ്ഞേക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടുന്നിടത്തോളം കൊടുക്കും. പ്രിയപ്പെട്ടവര്, നമ്മളെ
ഈ നിലയില് ഈ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന ഈ സ്നേഹിതനോട് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിയാൽ എന്ത് നമുക്ക് ലഭിക്കും? നമുക്ക് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് പെരുമാറാനായിട്ട് കഴിഞ്ഞ് സൗകര്യത്തോടെ, സ്നേഹത്തോടെ, ദയയോടെ, താഴ്മയോടെ നമുക്ക് പെരുമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ വന്ന ആ സ്നേഹിതനെ നമ്മൾ വിശന്ന് പറഞ്ഞയച്ചുക ചെയ്യും. ഇതിന് പകരം നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? വന്ന ആളിനെ തൃപ്തിപ്പെടുത്തണം. ഈ നിലയിൽ നമുക്ക് പെരുമാറാനായിട്ട് കഴിയുമോ? ഈ കാര്യം മനസ്സിലാക്കി അതായത് നമുക്ക് ഏത് അക്ഷരാർത്ഥിക്കും അപ്പം കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. അത് നമ്മുടെ കർത്താവിന്റെ സന്നിധി. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് വേഗത്തിൽ പോയി കർത്താവിനോട് ചോദിക്കുക, യാചിക്കുകയും എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുകയും എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുകയും എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾക്കപ്പുറത്ത് ഒരു തലവിതിരുണ്ട്. ഭൗതികമായ ആവശ്യം എന്ന് പറയുമ്പോൾ കൂടുതൽ സാലറി കിട്ടാനും പിന്നീട് പഠിത്തം സംബന്ധിച്ച കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങൾക്കപ്പുറത്ത് നമ്മുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ആളുകളോടുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ട്, നമുക്ക് തന്നെ പ്രിയപ്പെട്ടവരുമായിട്ട് ചേർന്ന് സൗകര്യത്തോടെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, ആ കാര്യം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തെ ഈ യുഗമേ നമുക്ക് ആ നിലയിൽ എടുക്കുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയിൽ ഈ നിലയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രയോജനം. നമ്മൾ പലപ്പോഴും ഭൗതികമായ ആവശ്യങ്ങൾക്കായിട്ട് ആ നിലയിലുള്ള കാര്യത്തിനല്ലല്ലോ നമ്മൾ ഉന്നതി കൊടുക്കുന്നത്. മറിച്ച് ദൈവമേ, ഞാൻ ഇതിൽ തന്നെ നോക്കുമ്പോൾ എനിക്കെന്റെ ജീവിത പങ്കാളിയോട് സൗകര്യത്തോടെ പെരുമാറാൻ പറ്റുന്നില്ല, ദയോടെ പെരുമാറാൻ പറ്റുന്നില്ല, അയൽക്കാരനോട് ആ നിലയില് ക്ഷമ കൊടുക്കാൻ പറ്റുന്നില്ല, ഓഫീസില് എന്റെ കൂടെ പെരുമാറുന്ന വിഷമം പിടിച്ച ആളുകളോട് സമാധാനം പാലിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ഇല്ലായ്മ നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ ഇല്ലായ്മ നമ്മൾ കാണുന്നുണ്ടോ? കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിടത്തേക്ക് ചെല്ലാം. വേഗത്തിൽ നമ്മുടെ ഹൃദയവുമായിട്ട്, നമ്മുടെ മനസ്സുമായിട്ട്, നമ്മുടെ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് കർത്താവിന്റെ കടയിൽ ചെല്ലുന്നുണ്ടാക്കി. അതാണ് നമ്മളിവിടെ കാണുന്നത്. യാചിച്ച് അങ്ങനെ യാചിച്ചാല് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ കണ്ടോ, ദൈവം കൃപ തരും. പക്ഷേ ഇവിടുത്തെ ആ സ്നേഹിതന് ഒരു 5 നിലപാടുകളെങ്കിലും ഉണ്ടായിരിക്കും. നമുക്ക് ദൈവത്തിൽ നിന്ന് ഈ തക്ക സമയത്ത് 3 അപ്പം കിട്ടും. ഈ 3 അപ്പം കൊണ്ടുകൊണ്ട് മറ്റേ ആളിനെ നമുക്ക് തൃപ്തിപ്പെടുത്താം. പക്ഷെ അതിന് നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ട ഒരു 5 നിലപാടുകളെ കുറിച്ച് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ഒന്ന് ഇവൻ വന്നപ്പോ തന്റെ വീട്ടിൽ നോക്കിയപ്പോൾ അവിടെ അപ്പമില്ല എന്ന് കണ്ടെത്തി. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം നമ്മുടെ ഇല്ലായ്മ നമ്മൾ കണ്ടെത്തണം. അതിനോട് സത്യസന്ധരായില്ല. ദയാണ് കൊടുക്കേണ്ട, സൗന്ദര്യമാണ് കൊടുക്കേണ്ടത്, ക്ഷമയാണ് കൊടുക്കേണ്ടത്. പക്ഷേ എന്നിൽ അത് ഇല്ല എന്നുള്ളത്, ആ ഇല്ലായ്മ ഈ എന്ന് പറയുന്ന സ്നേഹിതൻ വേഗത്തിൽ മനസ്സിലാക്കി. നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ നോക്കുക, മനസ്സിലാക്കിയ 11:6 നോക്കുക. 11:6 ആ സ്നേഹിതനെ ചെന്ന് മറ്റേ ആളിനോട് പറയുന്നത് എന്താ? അവന് വിളമ്പി കൊടുക്കാൻ എന്റെ പക്കൽ ഏതുമില്ല. നമുക്ക് ചെന്ന് കർത്താവിനോട് ഒന്നാമത് പറയേണ്ടത്, കർത്താവേ, എന്നിൽ നിന്ന് എന്റെ ദേഹത്തിൽ നിന്ന് ഇവന് കൊടുക്കാൻ, അല്ലെ ഇവൾക്ക് കൊടുക്കാൻ വേണ്ട ദയോ, സൗന്ദര്യമോ, ക്ഷമയോ, സന്തോഷമോ സത്യത്തിലില്ല. ആ ഇല്ലായ്മ കണ്ടെത്താൻ പലരും ആ ഇല്ലായ്മ കണ്ടെത്താൻ കിളമ്പ് മടിയാണ്. അവർ ഇല്ലായ്മ മനസ്സിലാക്കിയാലും ഉള്ളതുപോലൊക്കെ ഭാവിച്ച് ചില നല്ല തത്വങ്ങളൊക്കെ പറയുകയില്ല. അതുകൊണ്ടൊന്നും ഈ ആളിന്റെ വിശപ്പ് മാറുകയില്ല. അപ്പത്തിന് അപ്പം തന്നെ വേണം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് ഈ ആളിന്
ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം പകൽ വായിച്ച പുസ്തകത്തിലെ ചില നല്ല ആശയങ്ങളൊക്കെ പറഞ്ഞ് ചില തത്വങ്ങളൊക്കെ പറഞ്ഞ് ചില പ്രിൻസിപ്പിൾസ് ഒക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിപ്പിച്ച് വിടാനൊക്കുകയില്ല. പലരും എന്താ തങ്ങളുടെ ഉള്ളിൽ ഈ പറഞ്ഞ അപ്പം ഇല്ലെന്ന് കാണുമ്പോൾ അപ്പം ഉള്ളതുപോലെ ഭാവിച്ച് അങ്ങനെ തൃപ്തിപ്പെടുത്താമെന്ന് ശ്രമിക്കുന്ന പലരുമുണ്ട്. നമ്മൾ അങ്ങനെ ആകരുത്. നമ്മളെന്ത് വേണം? നമ്മുടെ ഇല്ലായ്മ ഒന്നാമത് കണ്ടെത്തണം. ഇല്ല എന്ന് സമ്മതിക്കണം. ഈ സ്നേഹിതൻ ഇവിടെ പറയുന്നു, അതിന്റെ 11:6 പറയുന്നു, വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പി കൊടുക്കാൻ എന്റെ പക്കൽ ഏതുമില്ല. ചില രംഗങ്ങളിൽ നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് ആശ്വാസമാണ് വേണ്ടത്, നമ്മിൽ തന്നെ ആശ്വാസമില്ല. അയൽക്കാരൻ നമ്മുടെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കാൻ വന്നിരിക്കുക, അദ്ദേഹത്തിന് വേണ്ട ഉപദേശം കൊടുക്കാൻ, അല്ലെങ്കിൽ അത് ക്ഷമയോടെ പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ എന്താ വേണ്ടത്? ആ ഇല്ലായ്മ ഒന്നാമത് സമ്മതിക്കണം. അല്ലാതെ ഇല്ലായ്മ കാണുമ്പോൾ ഏതെങ്കിലുമൊക്കെ കൊണ്ട് പഴയ ചില സാധനങ്ങളൊക്കെ ഇരുന്നത്, കൂട്ടുപോയ ചില റൊട്ടി കഷ്ണമൊക്കെ ഇരുന്നത്, അത് തപ്പി തടഞ്ഞെടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്താൽ വൃത്തിയാകുന്നില്ല. ഈ ആള് സ്വന്തം വീട്ടിൽ നോക്കി, ഇപ്പൊ കൊടുക്കേണ്ടത് ഫ്രഷായ അപ്പം അതെന്റെ മക്കളില്ല. പഴയ പൂത്ത റൊട്ടിയൊന്നും കൊടുത്ത് ഈ ആളിനെ കളിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. നമ്മൾ നമ്മുടെ ഇല്ലായ്മ ഒന്നാമത് കണ്ടെത്തണം. രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്താ? രണ്ടാമത് ചെയ്യേണ്ട കാര്യം 11:5 നമ്മൾ കണ്ടു. അവൻ ചെന്ന് അർദ്ധരാത്രിക്കാണെങ്കിലും സ്നേഹിതന്റെ അടുക്കൽ ചെന്നു, സിയുടെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു. നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മുടെ കുറവ് കണ്ടിച്ച് കർത്താവിന്റെ അടുക്കൽ ചെല്ലാം. കർത്താവിന്റെ അടുക്കൽ ചെല്ലാൻ നമ്മൾ ഇത് വേണ്ട, നമ്മൾ മടിക്കണ്ട. ഇവിടെ സ്നേഹിതനായിട്ടാണ് പറഞ്ഞേക്കുന്നതെങ്കിലും അത് തീരുമ്പം, പാരഗ്രാഫ് തീരുമ്പം നമ്മൾ മുമ്പേ പറഞ്ഞു 13ാമത്തെ വാക്യത്തിലെ സ്നേഹിതനായിട്ടല്ല, മറിച്ച് എന്താ പറയുന്നത്? പിതാവായിട്ടാ പറഞ്ഞത്. ഇങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നത് സ്വർഗസ്ഥനായ പിതാവ് കേട്ടോ. സ്നേഹിതൻ സത്യത്തിൽ ആരാ? പിതാവാണ്. ആ പിതാവാണെന്ന് കണ്ടെത്തലോടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ധൈര്യത്തോടെ ചെല്ലാൻ കഴിയും. മോന് എന്റെ കയ്യില് വേണ്ട കാര്യങ്ങൾ ഇല്ലെങ്കിൽ അവന് ആരോടാ ചോദിക്കാൻ വെക്കുന്നത്? അപ്പനോടാ ചോദിക്കാൻ വെക്കുന്നത്. അതുകൊണ്ട് സഹോദരി, നിന്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കുറവ് കാണുമ്പോൾ കർത്താവിന്റെ അടുത്ത് ചെന്ന് ചോദിക്കാൻ പഠിക്കണ്ട. അപ്പന്റെ അടുത്ത് മോന് ചെന്ന് ചോദിക്കാം, പിതാവിന്റെ അടുത്ത് ചെന്ന് ചോദിക്കാം. ആ നിലയില് ഇതാ 11 നമ്മള് ഈ സ്നേഹിതനെ പിതാവിന്റെ ഒരു പ്രതിച്ഛായ നൽകിയാണ് കർത്താവ് അവിടെ പറയുന്നത്. എന്നിട്ട് മൂന്നാമത് ചെയ്യേണ്ട കാര്യം എന്താ? നമ്മൾ വ്യക്തതയോടെ പറയണം. ഈ ചെന്നിട്ട് സിയുടെ അടുത്ത് എന്താ പറയുന്നത്? എനിക്ക് 3 അപ്പം വായ്പ. എത്ര അപ്പം വേണമെന്നുള്ളത് കൃത്യമായിട്ട് 3 അപ്പം. ഈ വന്ന ആളിന് ഒരപ്പം കൊടുത്താൽ പറ്റുകയില്ല, 2 അപ്പം കൊടുത്താലും 3 തൃപ്തിയാകുകയില്ല, 3 അപ്പം വേണം കേട്ടോ. വ്യക്തതയോടെ നമുക്ക് കർത്താവിന്റെ അടുത്ത് ചെന്ന് നമ്മുടെ ആവശ്യം പറയണം. അതാണ് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം എന്താ? അവിടെ ചെന്നപ്പം ചോദിച്ചാൽ ഉടനെ കിട്ടുമെന്ന് വിചാരിച്ചാൽ ചെന്നപ്പം അവിടെ കിട്ടുന്നില്ല. ഒരു തടസ്സം പറയുക. പക്ഷേ അങ്ങനെ തടസ്സം പറഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട 4ാമത്തെ കാര്യം എന്താ? നമ്മൾ ലജ്ജ കൂടാതെ കുത്തിക്കൊണ്ടേയിരിക്കണം. 11:8 വാക്കിനൊക്കെ അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കാൻ. ഈ അപ്പം കിട്ടിയതിന് കാരണമായി എന്തായിട്ടാണ് ഇവിടെ പറയുന്നത്? ലജ്ജ കൂടാതെ അവൻ മുട്ടിച്ചു. ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കാൻ നമുക്ക് കഴിയും. ഇവിടെ പ്രിയപ്പെട്ടവര്, ഇവിടെ നമ്മളെ പലപ്പോഴും നമ്മളെ യാചിച്ച് അപേക്ഷിച്ച് മുട്ടുകി എന്ന് പറയുന്നത് ചില ദർശനങ്ങളില്
പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാവും. എന്ന് വെച്ചാൽ തുടർമാന വർത്തമാനകാലം. എന്ന് വെച്ചാൽ ചോദിച്ചുകൊണ്ടേയിരിക്കുക, മുട്ടിക്കൊണ്ടേയിരിക്കുക, അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള നിലയാണ്. ലജ്ജ കൂടാതെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതിന് ആ നിലയില് ഇപ്പോൾ നോക്കി കണ്ടോ, അതിന്റെ 10ാമത്തെ വാക്യത്തില് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനില് മുട്ടുന്നവന് തുറക്കും എന്നുള്ളിടത്ത് മുട്ടുന്നവനെന്നുള്ളതിന് ഇപ്പോൾ നോക്കി മുട്ടുന്നവന് തുറന്നുകൊണ്ടേയിരിക്കുന്നവൻ എന്നുള്ള നിലയിലാണ്. അതുകൊണ്ട് ചെന്നു ഒന്ന് ചോദിച്ചു, ഓ കുഞ്ഞുങ്ങളൊക്കെ കൂടെ കിടക്കുന്ന ഇപ്പൊ ഇന്ത്യക്ക് തരാൻ പ്രയാസമുണ്ടെന്ന് പറയുമ്പോൾ ആ എക്സ്ക്യൂസ് കേട്ട് വേഗത്തെ എന്നാ വേണ്ട എന്ന് പറഞ്ഞ് മടങ്ങിപ്പോരരുത്. മറിച്ചെന്തോ വേണം, ചോദിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമ്മൾ ഈ ചോദിക്കുന്നത് ആരോടാണ്? നമ്മുടെ സ്നേഹിതനോടാണ്, അല്ലെങ്കിൽ ഒരു പടിയൂടെ കടന്നു പറഞ്ഞാൽ നമ്മുടെ പിതാവിനോടാണ്. അതുകൊണ്ട് ലജ്ജ കൂടാതെ മുട്ടിക്കും. അഞ്ചാമതായിട്ടൊക്കെ സംഭവിക്കുന്നത്, അഞ്ചാമതായിട്ട് ഈ സ്നേഹിതൻ എഴുന്നേറ്റ് അവന് കൊടുത്തപ്പോൾ അവനത് കൊണ്ടുവന്ന് മറ്റേയാളിനെ ആ നിലയിൽ സൽക്കരിക്കുന്നതാണ്. 8ാമത്തെ വാക്യം നോക്കുക. എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുക. ലജ്ജ കൂടാതെ മുട്ടിക്കുന്ന ദിവസം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും. ഈ 11ന്റെ 8ാമത്തെ വാക്യം വായിച്ചാൽ നമ്മൾ കർത്താവിന്റെ അടുത്ത് ലജ്ജ കൂടാതെ മുട്ടിക്കുമ്പോൾ അവസാനം കർത്താവ് ഇപ്പോൾ വേണ്ടുന്നത് മാത്രം തരും എന്നുള്ള നിലയിലാണ് നമ്മൾ ആ പ്രയോഗം കണ്ടാൽ തോന്നുന്നത്. എന്നാൽ ഇവിടെ നോക്കുക, 11ന്റെ 13 കണ്ടോ, അവിടെ വേണ്ടുന്നിടത്തോളം എന്നല്ല, എത്രയധികം കൊടുക്കുമെന്ന്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? വേണ്ടുന്നിടത്തോളം എന്ന് വെച്ചാൽ സഫിഷ്യന്റ്. ചോദിച്ചാൽ 3 അപ്പം, ശരി 3 അപ്പം, 1 എടുത്താൽ 3 എണ്ണിച്ചു തപ്പം പോലെ 3 അപ്പം എടുത്ത് കൊടുക്കും. അങ്ങനെയാ നമ്മള് 11ന്റെ 8 വായിച്ചാൽ വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് കാണും. എന്നാൽ 11ന്റെ 13 കണ്ടോ, 13 വേണ്ടുന്നിടത്തോളം എന്നല്ല, അധികം കൊടുക്കും. അപ്പൊ വേണ്ടുന്നതും അധികവും കൊടുക്കും. പ്രിയപ്പെട്ടവരിൽ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് നമ്മൾ ചോദിക്കാൻ മടിക്കണ്ട. നമ്മൾ പറഞ്ഞത്, ഒന്നാമത് നമ്മുടെ ഇല്ലായ്മ മനസ്സിലാക്കണം, നമ്മുടെ കുറവ് മനസ്സിലാക്കണം. ആ കുറവിനെ മറ്റു കാര്യങ്ങൾ കൊണ്ട്, തത്വജ്ഞാനം കൊണ്ടൊന്ന് മൂടി വെക്കാൻ നോക്കരുത്. കർത്താവേ, എന്നിലില്ല, എനിക്ക് എന്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ വേണ്ട സമാധാനമില്ല, എന്നിലുള്ളത് കുറച്ച് ബഹളവും ഒച്ചയും കയ്പും ചില പഴയ ചില ചരിത്രങ്ങളുടെ ആവർത്തനവും ഒക്കെ എന്റെ കയ്യിലുണ്ട്. അത് കൊടുത്താൽ തൃപ്തി വരികയില്ല. ഈ സ്നേഹിതയ്ക്ക് തൃപ്തി വരികയില്ല എന്ന് നമ്മുടെ ഇല്ലായ്മ ഒന്നാമത് കാണും. 2 എന്ത് വേണം? 2 കർത്താവിന്റെ അടുക്കൽ ചെല്ലണം. കർത്താവ് നമ്മുടെ പിതാവാണ്, അവന്റെ അടുക്കൽ ചെല്ലാം. 3ാമത് ചോദിക്കുന്നത് വ്യക്തതയോടെ ചോദിക്കണം. 3 അപ്പം എന്ന് പറയുന്ന പോലെ കൃത്യമായിട്ട് നമ്മുടെ ആവശ്യം, കർത്താവ് ഇതാണ് എന്റെ ആവശ്യം, എന്റെ ഓഫീസിൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ആളിനോട് ഇപ്പം എനിക്ക് വേണ്ടതുപോലെ സൗമ്യതയോടെ മറുപടി പറയണം, നീ എന്നെ സഹായിക്കണം, വ്യക്തതയോടെ ചോദിക്കണം. 4ാമത് ചോദിച്ചുകൊണ്ടേയിരിക്കണം, ലജ്ജ കൂടാതെ മുട്ടിക്കണം. 5ാമത് അവിടുന്ന് വേണ്ടുന്നത് തരും, വേണ്ടുന്നതും അധികവും തരും. എത്രയധികം കൊടുക്കും, കൂടുതലും തരും. അത് വാങ്ങി കൊണ്ടുവന്ന് ഈ വന്ന സ്നേഹിതനെ തൃപ്തിപ്പെടുത്തി ദൈവനാമത്തിന് മഹത്വമാക്കി കാര്യങ്ങളെ ചെയ്ത് പോകുന്നതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പ്രിയപ്പെട്ടവരെ, ഈ നിലയിലെ നമ്മൾ ദൈവസന്നിധി ചെന്ന് നിരന്തരം ചോദിക്കുകയും ആദ്യം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിലും മടുത്തു പോകാതെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നത്, ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് മറ്റൊരു ഉപമയും ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് വളരെ പരിചിതമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18ാമത്തെ അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങൾ നിങ്ങൾ പലരും ആ കാര്യം ഓർത്ത് കാണും.
മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് കർത്താവ് പറഞ്ഞ ഉപമ ഒരു വിധവയുടെ ഉപമ. ആ വിധവ ചെന്ന് തൻ്റെ ആവശ്യം തൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി തന്നെ രക്ഷിക്കണമേ എന്നുള്ളത് അവിടെ ചെന്ന് ന്യായാധിപന്റെ അടുത്ത് എന്ന് പറഞ്ഞു. ന്യായാധിപൻ ആദ്യം കേട്ടില്ല. പക്ഷെ അവൾ തീർച്ചയായിട്ട് ആ നിലയിൽ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ അവൾക്ക് കിട്ടി. കിട്ടുമ്പോൾ അവിടെ പറയുന്നുണ്ടോ അതിന്റെ 18:7, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ രക്ഷിക്കയില്ലയോ എന്നവിടെ പറഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് നമ്മളിവിടെ 11-ാമത്തെ കാര്യത്തിൽ ചിന്തിച്ച അതേ കാര്യം. പക്ഷെ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന്, നമ്മുടെ കുറവ് നമ്മളില്ല എന്നുള്ളത് കണ്ടെത്തണം. 2, നമ്മൾ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണം. 3, വ്യക്തതയോടെ ചോദിക്കണം. 4, പെട്ടെന്നൊരു മറുപടി കിട്ടിയില്ലെങ്കിലും മനസ്സും അടുത്തു പോകാതെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. 5, കർത്താവ് നമ്മൾ ചോദിക്കുന്നതായിരിക്കില്ല, അതിനേക്കാൾ അധികം തരും. അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങി കൊണ്ടുവന്ന് നമ്മൾ ഈ ആവശ്യക്കാരനെ തൃപ്തിപ്പെടുത്തി ദൈവനാമം മഹത്വപ്പെടുത്താൻ നമുക്ക് ഇടയാകണം. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമുക്ക് വീണ്ടും വളരെ വേഗത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ലൂക്കോസ് 11 മടങ്ങി വരാം. ലൂക്കോസ് 11 മടങ്ങി വരാം. നമ്മളെ ലൂക്കോസിന്റെ സുവിശേഷം 11:5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിക്കാനായിട്ട് എടുത്തത്. അതില് നമ്മൾ വായിക്കാത്ത ഒരു ഭാഗം, ആ ഭാഗം കൂടെ നമുക്കൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കാം. 11:11, 12 വാക്യം അത് കർത്താവ് ഇതിനോട് ചേർത്ത് തന്നെ പറഞ്ഞിരിക്കുക. അവിടെ കണ്ടോ? എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? അല്ല മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നെ വിചാരിക്കുന്നവർക്ക് നന്മ എത്രയത്രയും കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ടോ? നേരത്തെ അപ്പം എന്നായിരുന്നു പറഞ്ഞത്. ഇവിടെ ഇപ്പം വന്നപ്പോൾ വേറെ ചിലതാ. ഇത് നമുക്ക് ചിലപ്പോൾ അങ്ങോട്ട് വേണ്ട പോലെ മനസ്സിലാകുകയില്ല. ഇവിടെ എന്താ? ഈ മകൻ ചെന്ന് അപ്പം ചോദിച്ചാൽ ഒരപ്പന് അപ്പത്തിന് പകരം കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കും. മുട്ട ചോദിച്ചാൽ മുട്ടയ്ക്ക് പകരം തേളിനെ കൊടുക്കും. ഇതെന്താ? നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത ഈ ഭാഗത്തെ ഞാൻ നേരത്തെ ഒരിക്കലെ കേട്ടിട്ടുണ്ട്. ഒരു വേദപണ്ഡിതൻ പറഞ്ഞ് അദ്ദേഹം ഈ നിലയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടു. എനിക്കത് വളരെ സന്തോഷകരമായിട്ടുണ്ട്. ഈ കൊച്ചുമകൻ അവന് കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര തിരിച്ചറിവില്ല. അവൻ നോക്കിയപ്പം അവിടെ ഒരു കല്ലിരിക്കുന്നു. കല്ല് കണ്ടപ്പോ അവൻ വിചാരിച്ചു അതെന്താ, അത് അപ്പമാണെന്ന് വിചാരിച്ചു. എന്നിട്ട് അപ്പൻ്റെ അടുത്ത് ചെന്നിട്ട് പറയാം, അപ്പ അതുകൊണ്ട് ആ അപ്പം ഇരിക്കുന്നത്. പക്ഷെ അപ്പനറിയാം അത് അപ്പമല്ല, മറിച്ച് കല്ലാണെന്ന് അപ്പനറിയാം. അപ്പൊ അവൻ ചോദിക്കുന്ന ആ കല്ല് അപ്പമെന്ന് പറഞ്ഞ് ഈ അപ്പൻ കൊടുക്കുകയില്ല. പക്ഷെ മോൻ എന്താ വിചാരിക്കുന്നത്? ഞാനൊരു അപ്പം ചോദിച്ചിട്ട് ഈ അപ്പൻ തന്നില്ല, എന്തോ ഒരു ക്രൂരനായ അപ്പൻ. അല്ലെങ്കിൽ ഇവൻ ചെന്ന് ചോദിക്കുന്ന വേറൊരു കാര്യം, അവിടെ ചെന്ന് മുട്ടയാണെന്ന് വിചാരിച്ച് ഒരു തേള് കൂടി ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കുക. ഈ കൊച്ചന് വേണ്ടത്ര പരിചയം ഇല്ലാത്തതുകൊണ്ട് അവൻ നോക്കിയപ്പോ നല്ലത് മുട്ടയായിരുന്നു വിചാരിച്ച് അപ്പനോട് പറയാം, അപ്പ ആ മുട്ട എനിക്ക് തരാം. അപ്പൻ കൊടുക്കുമോ? ഇല്ല. ഈ മോനെ സ്നേഹിക്കുന്നോണ്ട് അപ്പൻ ആ തേളിനെ എടുത്ത് കൊടുക്കുകയില്ല. ഇവന് തെറ്റിദ്ധരിച്ചതാണ് ഇത് മുട്ടയാണ്. സത്യത്തിൽ അതെന്താണ്? തേളാണ്. അതിനെ എടുത്തു കൊടുത്താൽ ആ തേൾ എന്ത് ചെയ്യും? ഇപ്പൊ വട്ടത്തിലിരിക്കുന്ന തേള് അതിന്റെ പല്ലും നഖമൊക്കെ ഇവന്റെ ദേഹത്ത് ഇറക്കി ഇവനെ വിഷമിപ്പിക്കും. ഇത് തേളാണ്, ഇവനെ ഉപദ്രവിക്കും, ഇവനത് വിഷമമായിട്ട് തീരുമെന്നുള്ളത് കൊണ്ട് ഈ അപ്പൻ ഇവൻ മുട്ടയെന്ന് തെറ്റിദ്ധരിച്ച് ചോദിക്കുന്ന തേളിനെ അപ്പൻ കൊടുക്കുകയില്ല. കൊടുക്കാത്തപ്പോ മോൻ എന്തോ വിചാരിച്ചു,
എന്തോ ഒരു ക്രൂരനായ അപ്പൻ. ഞാൻ ഇടേണ്ട ഈ മുട്ട പിള്ളേർക്ക് നല്ലതല്ലേ? അപ്പവും മുട്ടയൊക്കെ നല്ലതല്ലേ? ഞാൻ ആവശ്യമില്ലാത്തതൊന്നും ചോദിച്ചില്ലല്ലോ. എന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഏറ്റവും ആവശ്യം ഇപ്പം മുട്ടയാണ്. അത് ചോദിച്ചിട്ട് എനിക്ക് ആ മുട്ട തരുന്നില്ല. പക്ഷെ സത്യത്തിൽ എന്താണ്? ഈ കുട്ടി തെറ്റിദ്ധരിച്ചതാണെന്ന് എല്ലാം അറിയാവുന്ന പിതാവിനാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും നമുക്കെന്തറിയില്ല, ഇതിന്റെ പല കാര്യങ്ങളും നമുക്ക് വേണ്ടതുപോലെ അറിയില്ല. നമ്മളെ തന്നെ വേണ്ടതുപോലെ അറിയില്ല. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ദൈവത്തിനാണ് നമ്മളെ ശോധന ചെയ്ത് നമ്മുടെ ഹൃദയത്തെ നല്ലതുപോലെ അറിയാവുന്നത്. നമ്മൾ നമുക്ക് നന്മയാണ് എന്ന് വിചാരിച്ച് ചോദിക്കുന്നത് ചിലപ്പോ എന്തായിരിക്കും? ചിലപ്പോ അത് കല്ലായിരിക്കും, ചിലപ്പോ തേളായിരിക്കും, ചിലപ്പോ മൂന്നാമതൊരു കാര്യം പറയുന്നു. ഈ മോൻ ചെന്നിട്ട് പറയും, അപ്പ അതുകൊണ്ട് ആ ഇരിക്കുന്ന മീനിനെ എനിക്ക് തരണം, മീനിനെ. അപ്പ ചെന്ന് നോക്കിയപ്പോ അത് മീനാണോ? അല്ല, ഒരു പാമ്പ. അതിങ്ങനെ സുഖമായിട്ട് ഇരിക്കുന്ന കണ്ടപ്പോ ഈ തിരിച്ചറിവില്ലാത്ത മോൻ വിചാരിച്ച് അത് മീനാണെന്നും എനിക്കത് നല്ലതാണെന്നും വിചാരിച്ചിട്ട് അവൻ അതിലേക്ക് വിരൽ ചൂണ്ടി പറയാ, അപ്പ ആ മീനിനെ എനിക്ക് തരണം. ഇവൻ എത്ര ചോദിച്ചാലും സ്നേഹമുള്ളത് കൊണ്ട് അവൻ മീനാണെന്ന് കരുതിയ പാമ്പിനെ അവന് കൊടുക്കുകയും. ദൈവത്തോട് മനസ്സിലായോ? നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന്റെ സ്നേഹത്തെ നമ്മൾ സംശയിക്കല്ല. നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾ, എനിക്ക് ഇന്ന കാര്യം നടക്കണം, ആ കാര്യത്തിന് ഇത്ര രൂപ ഇപ്പോൾ ആവശ്യമുണ്ട്, അത് ഇത്ര രൂപ എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞ് അത് ചോദിക്കുക, കൃത്യമായിട്ട് ചോദിക്കുക. പക്ഷെ അതെന്താണെന്ന് സ്വർഗസ്ഥനായ പിതാവിനെ അറിയാം. ഇതിന് ഗുണമാവുകയില്ല. ഈ പണം ഇപ്പോൾ കിട്ടിയാൽ അവനത് പ്രയോജനമാവുകയില്ല എന്ന് എല്ലാം അറിയാവുന്ന സ്വർഗസ്ഥനായ പിതാവിനറിയാം. അവൻ വിചാരിച്ചേക്കുന്നത് അപ്പമാണെന്ന് ചോദിച്ച് അവൻ ചോദിക്കുന്നത് എന്താ? കല്ലാണെന്ന് അറിയാം. അതുകൊണ്ട് അത്ര എടുക്കുകയില്ല. മുട്ടയാണെന്ന് വിചാരിച്ച് തേളിനെയാണ് അവൻ ചോദിക്കുന്നത്. മീനാണെന്ന് വിചാരിച്ച് പാമ്പിനെയാ ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ നിലയില് നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി കിട്ടാത്തതിനെ അപ്പന്റെ സ്നേഹമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ? ഈ കാര്യം കൂടെ ഈ ഉപമയിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടെന്നാ ദൈവത്തിനെല്ലാം അറിയാമല്ലോ, എല്ലാ ശോധനയും അറിയാമല്ലോ. ഞാനൊന്നും ചോദിക്കുന്നില്ല, ദൈവം വേണ്ടത് തരട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണോ വേണ്ടത്? അല്ല. നമ്മൾ തുടക്കത്തിൽ വായിച്ചെന്താ? യാചിക്കുന്ന ഏവനിൽ ഇരിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവന് തുറക്കും. നമ്മുടെ ആ നിലയില് ചില കാര്യങ്ങൾക്ക് വരുമ്പോ ചില കാര്യങ്ങൾ നമ്മുടെ നോട്ടത്തിൽ ഇത് നല്ലതാണ്. പക്ഷേ അത് പിതാവിനെ ഏൽപ്പിക്കുമ്പോ തന്നെ, പിതാവിനോട് ചോദിക്കുമ്പോ തന്നെ നമുക്കിങ്ങനെ പറയാം, പിതാവേ, ഇത് അപ്പമാണ്, എനിക്ക് നല്ലതാണ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ കാര്യം ചോദിക്കുന്നത്. നിനക്കറിയാം ഇത് അപ്പമാണോ കല്ലാണോ? നീ അപ്പമാണെങ്കിൽ എനിക്ക് തരി, കല്ലാണെങ്കിൽ എനിക്ക് തരികയില്ല. രണ്ടായാലും എനിക്ക് അന്നേരം നിന്നോട് വിരോധമോ പരാതിയോ പരിഭവമോ ഇല്ലാതെ ഞാൻ അപ്പോഴും, നീ തരാത്തപ്പോഴും നിന്നെ സ്തുതിക്കും, തന്നാലും നിന്നെ സ്തുതിക്കും. ഈ നിലയിൽ ഒരു അഷ്വറൻസ് ഈ പിതാവിനെ കുറിച്ചുള്ളിലൊരു അഷ്വറൻസ്, അതിനെക്കുറിച്ചൊരു ആഴമായ ഉറപ്പ്, പിതാവിന്റെ സ്നേഹത്തെക്കുറിച്ച് അത് നമുക്ക് ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ആ നിലയിൽ നമുക്ക് ഈ കാര്യങ്ങളെ കാണാനായിട്ട് കഴിയുമോ? നമുക്ക് ഒരു ഉദാഹരണം ബൈബിളിൽ നിന്ന് തന്നെ നമുക്ക് വളരെ പരിചിതമായ ഒരു ഉദാഹരണം, ജോസഫ്, പഴയ നിയമത്തിലെ ജോസഫിന്റെ കാര്യം. ജോസഫിന് ആ നിലയില് അവന്റെ സഹോദരന്മാരെ അടിമയായിട്ട് വിൽക്കാൻ പോവുക. അടിമയായിട്ട് വിൽക്കാൻ പോകുമ്പോൾ ജോസഫിന് ഇത് കേൾക്കാം. ഇവര് തമ്മിൽ സംസാരിക്കുന്നു, ഇവനെ അടിമയായിട്ട് വിൽക്കാൻ പോകുന്നു, മിസ്രൈമിലെ കച്ചവടക്കാരെ വിളിക്കുന്നു. ഇതെല്ലാം നടക്കുമ്പോൾ ദൈവഭക്തനായ ജോസഫ്, ആ ബാലൻ എന്ത് ചെയ്തിരിക്കാം? അവൻ പ്രാർത്ഥിച്ചെന്ന് നമ്മൾ കാണുന്നില്ല, പക്ഷെ നമുക്കങ്ങനെ ഊഹിക്കാം. തീർച്ചയായിട്ടും അവന്റെ ദൈവത്തോട് നിലവിളിച്ചു കാണും, ദൈവമേ, എന്നെ അടിമയായിട്ട് വിൽക്കാൻ ഇടയാകല്ലേ. പക്ഷെ അവൻ എത്ര പ്രാർത്ഥിച്ചിട്ടും അവനെ
അടിമയായിട്ട് വിറ്റു. അവ പ്രതീക്ഷിച്ചതാണോ സംഭവിച്ചത്? അല്ല, അല്ല. പിന്നീട് അവന്റെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? പൊത്തിഫേറിന്റെ വീട്ടിൽ വെച്ച് ഇതാ പൊത്തിഫേർ ദേഷ്യപ്പെട്ട് ഇവനെ ജയിലിലാക്കാൻ തുടങ്ങും. ജോസഫ് തീർച്ചയായിട്ടും ദൈവഭക്തനായ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിൽ ദൈവത്തോട് നിലവിളിച്ച് കാണും ഇല്ലേ? തീർച്ചയായിട്ടും അവൻ ദൈവത്തോട് പറഞ്ഞു കാണും, ദൈവമേ, ഞാന് എന്നെ ജയിലിലാക്കി ഇങ്ങനൊരു ആളുകളുടെ മുമ്പിൽ കേട്ടാൽ പോലും ആക്ഷേപകരമായ ഒരു കുറ്റത്തിന് വേണ്ടി എന്നെ ജയിലിലാക്കാൻ ഇടയാക്കല്ലേ, ഞാൻ നിന്റെ മകനല്ലേ, എന്നെ രക്ഷിക്കണേ 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 എന്ന് പ്രാർത്ഥിച്ചു കാണും. പക്ഷേ എന്താ സംഭവിച്ചത്? അവൻ ചോദിച്ചതാണോ കിട്ടിയത്? ഈ രണ്ടിടത്തും സഹോദരന്മാർ അടിമയായിട്ട് വിൽക്കാൻ തുടങ്ങിയപ്പോഴും പൊത്തിഫേർ ജയിലിലാക്കാൻ തുടങ്ങിയപ്പോഴും അവൻ ആഗ്രഹിച്ചതല്ല ജോസഫിന് കിട്ടിയത്. മറിച്ചെന്താ? ഒറ്റ നോട്ടത്തിൽ അത് കുഴപ്പം പിടിച്ചതായിട്ടും വിഷമം പിടിച്ചതായിട്ടും അടിമത്തവും ജയിലറയും ഒക്കെയാണ് കിട്ടിയത്. പക്ഷേ ആ അടിമത്തവും ജയിലറയും കിട്ടിയത് കൊണ്ടാണ് അവൻ എന്തായി തീർന്നത്? ഇസ്രയേലിലെ ഇതാ ഫറവോന്റെ പ്രധാനമന്ത്രിയായിട്ട് രണ്ടാമനായിട്ട് വാഴാനിടയായി. കേട്ടോ, ദൈവത്തിനറിയാം ഏതാ അവൻ ആത്യന്തികമായിട്ട് നന്മയായിട്ടുള്ളത്. എന്നാൽ അവൻ ആദ്യം എന്ത് വിചാരിച്ചു കാണും? ജയിലിൽ കിടക്കുമ്പോൾ പിന്നെ ചിന്തിച്ചു കാണും, എന്നാലും ഞാൻ എത്ര പ്രാർത്ഥിച്ചു, ദൈവം എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ എന്നെ എന്തിനാ ജയിലിലടക്കം, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ചിന്തിച്ച് കാണുകയില്ലേ പ്രിയപ്പെട്ടവരെ? പക്ഷേ ഈ കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം, അല്ലെങ്കിൽ ഇവന്റെ ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തമായ ആ കാഴ്ചപ്പാട് ആർക്കാ ഉള്ളത്? പിതാവായ സ്വർഗസ്ഥനായ പിതാവിനാണുള്ളത്. അതുകൊണ്ട് അവിടുന്ന് നമ്മൾ ആരെങ്കിലും മുട്ടയാണെന്ന് തെറ്റിദ്ധരിച്ച് തേളിനെ ചോദിച്ചാൽ അവിടുന്ന് തേളിനെ തന്ന് നമ്മളെ വിഷമിപ്പിക്കുന്ന ദൈവം. പക്ഷേ ആ ദൈവത്തിന്റെ ഹൃദയത്തെ നമ്മൾ ആ സമയത്ത് ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. ഞാൻ ഇത്രയും ചോദിച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ, മുട്ട നല്ലതാണ്, എന്റെ വളർച്ചയ്ക്ക് നല്ലതാണ്, എന്നിട്ട് ഞാൻ അത് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. അപ്പം നല്ലതാണ്, പക്ഷെ അവൻ ചോദിച്ചത് എന്താ? അവൻ സത്യത്തിൽ അപ്പമെന്ന് വിചാരിച്ച് ചോദിച്ചത് കല്ലാണ്. ആ കല്ല് കൊടുത്ത ആ കല്ല് എടുത്ത് അവൻ അപ്പമാണെന്ന് വിചാരിച്ച് കടിക്കും, അവന്റെ പല്ലൂടെ പോകും. കല്ലെ കടിച്ച് പല്ല് കളയുന്ന ഇടപാട് അവന് സംഭവിക്കും. അത് അവൻ ആത്യന്തികമായിട്ട് നന്മയല്ല എന്ന് മനസ്സിലാക്കുന്ന വിവരമുള്ള പിതാവ് എന്ത് ചെയ്യല? അവൻ അപ്പമാണെന്ന് തെറ്റിദ്ധരിച്ച് കൈ ചൂണ്ടി ചോദിക്കുന്ന ആ കല്ല് എടുത്തു കൊടുക്കുകയില്ല. സഹോദരി, ഞാൻ പറഞ്ഞു വരുന്നത്, ഞാനും നീയും ചില കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചു, മറുപടി കിട്ടിയില്ലല്ലോ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾ തുറക്കും എന്നൊക്കെയാണല്ലോ ബ്രദർ രാവിലെ വായിച്ചത്. ഞാൻ എത്ര മുട്ടിയതാ, എത്ര ചോദിച്ചതാ, എത്ര അന്വേഷിച്ചതാ, കിട്ടിയില്ല. പുസ്തകത്തിൽ അങ്ങനെയൊക്കെ പറയും. വീട്ടിലെ പശു പുല്ല് തിന്നുകയാണ്. അങ്ങനെ ചിന്തിച്ച ആരെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ. നമുക്ക് ഈ ചിത്രം വ്യക്തമായിട്ട് അറിയില്ല. ഇതെല്ലാം കാണുന്നത് മോളിൽ നിന്ന് നോക്കുമ്പോൾ കാര്യങ്ങൾക്കൊരു വ്യക്തതയുണ്ട്, അല്ലേ? നമ്മുടെ സമനിരപ്പിൽ നിന്ന് നോക്കുമ്പോൾ വേണ്ടതുപോലെ കാണുകയാണ്. അതേസമയം മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇല്ലതില്ലതാണ് നോക്കുക. സ്വർഗസ്ഥനായ പിതാവ്, കണ്ടോ അവിടെ സ്വർഗസ്ഥനായ പിതാവെന്ന് അതിന്റെ 13-ാം വാക്യം. സ്വർഗം ഇവിടെ നമ്മുടെ ചിന്ത അനുസരിച്ച് മേളില എന്ന് വായിക്കുന്നുണ്ട്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നോക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവിനെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലത് നമുക്ക് തന്നില്ലെങ്കിൽ അതിനായിട്ടും ദൈവത്തിന് സ്തോത്രം. അത് തരാഞ്ഞ എന്റെ സ്വർഗീയ പിതാവിന്റെ സ്നേഹത്തിനായിട്ട് നന്ദി എന്ന് പറയാൻ കഴിയുമോ? ഈ യാചനയെയും അന്വേഷണത്തെയും മുട്ടുന്നതിനെയും ഒക്കെ അങ്ങനെ ഒരു പുതിയ വെളിച്ചത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുമോ പ്രിയപ്പെട്ടവരെ? അപ്പോൾ നമ്മൾ പറഞ്ഞത് പലപ്പോഴും നമ്മൾ നന്മയെന്ന് വിചാരിക്കുന്നതിലൂടെ ആയിരിക്കില്ല ദൈവം നന്മയായിട്ട് ചില കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. ഞാനൊരു ഒരു കഥയിൽ പറയാം, അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകാൻ. ഒരു ചെറുപ്പക്കാരൻ വഴിയിൽ ഇറങ്ങുമ്പോൾ ഒക്കെ അവന്റെ ആ റോഡിൽ ഒരു പട്ടി ചെറുപ്പക്കാരനെ കാണുമ്പോഴൊക്കെ വന്ന് വാലിയൊക്കെ ആട്ടി നിൽക്കുമ്പോൾ അതുകൊണ്ട് ചെറുപ്പക്കാരൻ എന്തോ ചെയ്യും? ഓരോ ദിവസം ഇറങ്ങുമ്പോൾ ഈ കയ്യിൽ 1-2 ബിസ്ക്കറ്റ് ഇടും. കാര്യം ആരുണ്ട്? വഴിയിലൊരു പട്ടിയുണ്ട്, എന്നെ കാണുമ്പോൾ ഇങ്ങനെ വാലാട്ടും. പാവപ്പട്ടി, അതിന് വല്ലതും കൊടുക്കണ്ടേ?
എന്ന് വിചാരിച്ച് 2 ബിസ്ക്കറ്റ് കൊടുത്താണ് എന്നും ഈ ചെറുപ്പക്കാരൻ വഴിയിലിറങ്ങും. പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കും. പട്ടിക്കും സന്തോഷം, ചെറുപ്പക്കാരനും സന്തോഷം. അങ്ങനെ നാളുകൾ കടന്നുപോയി. ഒരു ദിവസം കഥയിൽ ചോദ്യമില്ല, എന്നാണെന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. ഒരു കഥയിലിങ്ങനെയാണ്. ഒരു ദിവസം ഈ ചെറുപ്പക്കാരൻ അർജന്റായിട്ട് എന്ത് വേണമായിരുന്നു? റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടുന്ന് ട്രെയിൻ തിരിച്ച് ഒരിടത്ത് പോകണമായിരുന്നു. അതിനായിട്ട് തിരക്ക് വെച്ച് ഇറങ്ങിയപ്പം ബിസ്ക്കറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞു. പട്ടിക്കുള്ള ബിസ്ക്കറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞു. ഇറങ്ങി വഴി ചെന്നപ്പോൾ ഉണ്ട് സൂക്ക പോലെ പട്ടി വാല് മാറ്റി. അപ്പൊ കൊടുക്കാൻ ബിസ്ക്കറ്റില്ല. ഇനി വീട്ടിൽ പോയി എടുത്തോണ്ട് വരാൻ സമയവുമില്ല. ഈ ചെറുപ്പക്കാരൻ മെല്ലെ നടക്കാൻ തുടങ്ങിയപ്പോൾ പട്ടിയുടെ പാവം മാറി. പട്ടി എന്തായാലും പട്ടി തന്നെയാണ്. പട്ടിയാണ്. പട്ടി കുരയ്ക്കാൻ തുടങ്ങി. പട്ടി ഈ ചെറുപ്പക്കാരനെ ഇപ്പൊ കടിക്കുമെന്നുള്ള രീതിയാണ്. ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു? ചെറുപ്പക്കാരൻ മുണ്ട് മടക്കി കുത്തി ഒരൊറ്റ ഓട്ടം. പട്ടി കുറഞ്ഞു. തിരിഞ്ഞു നോക്കുമ്പോൾ പട്ടി കുറഞ്ഞു. ചെറുപ്പക്കാരന് നിൽക്കാൻ സമയമില്ല. ഓടി 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 റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ എന്താ? ചെറുപ്പക്കാരന് പോകാനുള്ള ട്രെയിൻ വിടാനായിട്ടുള്ള വിസിൽ ഓടിച്ചത് ട്രെയിനിലേക്ക്. പട്ടി കമ്പാർട്ട്മെന്റില് പാലിന്റെ കീഴിൽ ചെറുപ്പക്കാരനിരിക്കും. ഇപ്പൊ ചെറുപ്പക്കാരന്റെ ചിന്തയിൽ പട്ടി അങ്ങനെ ഓടിച്ചത് കൊണ്ടല്ലേ എനിക്ക് ഈ ട്രെയിൻ കിട്ടിയത്. പട്ടി ഓടിക്കാതിരുന്നതെങ്കിൽ ഞാൻ പതുക്കെ നടന്നേ വരികയുള്ളായിരുന്നു. തീർച്ചയായിട്ടും ഈ ട്രെയിൻ കിട്ടുകയില്ല. ഇന്ന് ചെയ്യേണ്ട കാര്യം ചെയ്യാനൊക്കാതെ വരും. ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് എന്താ ഇതിന്റെ അർത്ഥം? എന്താ? അനുഗ്രഹം. പക്ഷെ ഒറ്റ നോട്ടത്തിൽ അത് അനുഗ്രഹമാണെന്ന് തോന്നുകയില്ല. വേഷം മാറിയ അനുഗ്രഹം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ ഇതിന്റെ പിന്നിലുള്ള അനുഗ്രഹം നമ്മൾ പലപ്പോഴും കാണുകയില്ല. നമ്മൾ പലപ്പോഴും മറ്റു പലരുമായിട്ട് താരതമ്യം ചെയ്യും. നമുക്കുണ്ടാകുന്ന ദുരനുഭവം. ഒരു സഹോദരി പറയും, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സഹോദരിമാർക്കെല്ലാം ഭർത്താക്കന്മാർ എത്ര നല്ല മനുഷ്യർ, എനിക്ക് മാത്രം ഇങ്ങനെ ഒരു മനുഷ്യൻ. സഹോദരി, അതിൻ്റെ അകത്തൊരു നന്മയുണ്ട്, നീ കാണുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. എന്തോ ഒരു കാര്യമുണ്ട്. നീ എന്താ വേണ്ട, നിരാശപ്പെടണ്ട, യാചിക്കുകയും മുട്ടുകയും അന്വേഷിക്കുകയും. ഇത് പിന്നീടേ നിനക്ക് മനസ്സിലാവുകയുള്ളൂ ഒരുപക്ഷെ ഇതിന്റെ നന്മ. സഹോദര, നീ വിചാരിക്കുന്നത് നിന്റെ മേലുദ്യോഗസ്ഥനെ എന്നോട് വിഷമം പിടിച്ച നിലയിൽ പെരുമാറും. ഒരിക്കലും ഒരു മേലുദ്യോഗസ്ഥൻ എപ്പോഴും വിശ്വാസിയായ ഒരു ചെറുപ്പക്കാരനെ ബുദ്ധിമുട്ടിക്കുവാനും. അപ്പൊ ചെറുപ്പക്കാരനായ വിശ്വാസി പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവമേ ഈ ഇദ്ദേഹത്തിന് ഞങ്ങളുടെ പുതിയ യൂണിറ്റ് തുടങ്ങുമ്പോൾ അങ്ങോട്ട് ഈ മേലുദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ കൊടുക്കണം. അപ്പൊ എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ. ഇനി ഒരു യൂണിറ്റ്, അവരുടെ ഒരു സ്ഥാപനം വേറെ കേരളത്തിന്റെ വേറൊരു ഭാഗത്ത് തുടങ്ങി അവിടോട്ട് ഈ ഇദ്ദേഹത്തിന് ഈ മേലുദ്യോഗസ്ഥനെ ട്രാൻസ്ഫർ കിട്ടിയാൽ എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കുക. എന്നെ ചുമ്മാതെ ആവശ്യമില്ലാതെ എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്ന, എന്നെ കുറ്റപ്പെടുത്തുന്ന ഈ മേലധികാരിയിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടുമല്ലോ. ചെറുപ്പക്കാരൻ പ്രാർത്ഥിക്കുക, വിശ്വാസിയാണല്ലേ, ചോദിക്കുക. പക്ഷേ ആ പുതിയ യൂണിറ്റ് തുടങ്ങിയപ്പോ അതിലേക്ക് ഇവിടെ നിന്ന് പോകേണ്ടിയുള്ള ലിസ്റ്റൊക്കെ വന്നപ്പോൾ ഈ മേലുദ്യോഗസ്ഥൻ പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കും. പുള്ളിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ഇല്ല. അപ്പൊ എന്ത് പറ്റി? ഈ വിശ്വാസിയുടെ പ്രാർത്ഥന കേട്ടില്ല. പക്ഷേ ഈ കുഴപ്പം പിടിച്ച മേലുദ്യോഗസ്ഥൻ അവിടെ ഇരുന്നത് കൊണ്ട് അവന് എന്ത് സംഭവിച്ചു? അവൻ കൂടുതൽ താഴ്മ പഠിച്ചു. കാര്യം, തന്നെ പോകുന്ന വഴിക്കെല്ലാം കുറ്റപ്പെടുത്തുന്ന ഒരു മേലുദ്യോഗസ്ഥനുണ്ട്. തന്റെ കുറ്റം കണ്ടുപിടിക്കാൻ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുന്ന ഒരാളുമില്ല. ആ ബോധ്യമുള്ളത് കൊണ്ട് അവൻ കൂടുതൽ വിനയത്തോടെ, താഴ്മയോടെ, സ്നേഹത്തോടെ, സൗമ്യതയോടെ പെരുമാറാൻ പഠിച്ചു. റോമർ 8:28 വെച്ച് 28-29 വെച്ച് നമ്മൾ ഈ കാര്യത്തെ നോക്കുമ്പോൾ അതിനെന്തായിത്തീർന്നു? കൂടുതൽ സൗമ്യതയുള്ളവനായിത്തീർന്നു. അതേസമയം ഈ മേലുദ്യോഗസ്ഥനെ അവന്റെ പ്രാർത്ഥന കേട്ട് ഇവിടുന്ന് സ്ഥലം മാറ്റിയിരുന്നെങ്കിൽ ഇവൻ ഒരിക്കലും ഈ സൗമ്യതയിൽ എത്തുമായിരുന്നില്ല ഇത്ര വേഗത്തിൽ. പ്രിയപ്പെട്ടവരെ, പട്ടി പുറകെ ഓടി വന്നില്ലായിരുന്നെങ്കിൽ ഇത്ര വേഗത്തിൽ ട്രെയിനിൽ കയറാൻ ഒക്കുമായിരുന്നില്ല. റോമർ 8:28-29 എന്ന നമ്മുടെ സ്ഥിരം വാക്യങ്ങളിലേക്കാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പല കാര്യങ്ങളും നമ്മൾ കാണുന്നിടത്ത് എവിടെയൊക്കെയോ എന്തെല്ലാമോ ചില പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നത് നമുക്ക് സന്തോഷത്തോടെ സ്വീകരിക്കാം. ചില ദിവസങ്ങൾക്ക് മുമ്പ്, ചില നാളുകൾക്ക് മുമ്പ് നിങ്ങളുടെ മുമ്പിൽ വിളമ്പിയത് ഭക്ഷിക്കുകയും
എന്ന് നമ്മളൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. നമ്മുടെ ഓരോരുത്തരുടെയും പ്ലേറ്റിൽ ഓരോന്നാ വിളമ്പുന്നത്. മറ്റൊരാളോട് താരതമ്യം ചെയ്ത് അടുത്തിരിക്കുന്ന ആളിന്റെ പ്ലേറ്റിൽ മറ്റേത് വിളമ്പിയിട്ടുണ്ടല്ലോ, എനിക്ക് മാത്രം അത് കിട്ടാൻ എന്താ? അവരുടെ മക്കളൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നവരാണല്ലേ. എന്റെ മോൻ മാത്രമാണല്ലോ പറഞ്ഞിട്ട് കേൾക്കാത്തവർ. പറഞ്ഞാൽ കേൾക്കാത്ത കൊച്ചനെ എനിക്ക് തന്നു നിൽക്കുക. അവർക്കൊക്കെ നല്ല പിള്ളേരെ നിങ്ങൾ കൊടുക്കല്ലോ. സഹോദര, നീ അടുത്ത പ്ലേറ്റിൽ നോക്കണ്ട. നിന്റെ മുമ്പിൽ വിളമ്പിയത് അത് നിനക്കറിയാം. നിനക്ക് അതാണ് നന്മയെന്ന് വിളമ്പുന്നവനായ ദൈവത്തിനറിയാം. അതുകൊണ്ട് സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും, പക്ഷേ യാചിക്കാനും ചോദിക്കാനും മുട്ടാനും മറക്കുകയും ചെയ്യണ്ട. നിനക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കാം. 3 അപ്പം എനിക്ക് വേണം, വായ്പ തരണം കർത്താവേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ നിനക്ക് ഏറ്റവും നല്ലത് മാത്രമേ ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ള ദൈവം നമുക്ക് തരികയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മൾ കേട്ട വചനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്കിങ്ങനെ പറയാം, നമുക്ക് എന്ത് കാര്യം വന്നാലും നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചു. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥനകൾക്ക് മറുപടി നമ്മൾ വിചാരിക്കുന്ന വിധത്തിലായിരിക്കുകയില്ല പലപ്പോഴും കിട്ടുന്നത്. പക്ഷേ പ്രശ്നപരിഹാരം നമ്മുടെ ഇഷ്ടം പോലെയല്ല നടക്കുന്നതെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് വിഷമിക്കരുത്, നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിക്കരുത്. കാര്യം ഏറ്റവും നല്ലത് നമുക്ക് എന്താണെന്ന് നമ്മുടെ സ്വർഗീയ പിതാവിനറിയാം. സമയമെടുത്തായാലും ദൈവം നമ്മളെ ആത്യന്തികമായിട്ട് നന്മയിലേക്ക് നടത്തും. റോമറത്തിന്റെ 28-29 വാക്യങ്ങൾ അങ്ങനെയാണ്. നമ്മളെന്താ ദൈവത്തോടെ ചോദിക്കുന്നത്? ആ വാക്യം നമുക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവത്തിന്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. അതിന്റെ 28-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. നമുക്ക് നന്മയെന്ന് തോന്നുന്നത് നമുക്ക് ചോദിക്കാം. പക്ഷെ ദൈവം അത് നിഷേധിച്ച് നമ്മളെ വേറൊരു നിലയിൽ നടത്തിയാൽ അതെന്തിനു വേണ്ടിയാണ്? അതിന്റെ മറുപടിയാണ് 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. കർത്താവായ യേശുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ, ആ താഴ്മയും ആ സൗന്ദര്യവും അത് പ്രാപിക്കുക. അതാണ് ആത്യന്തിക നന്മ. ഇവിടെ കിട്ടുന്ന ചില ഭൗതികമായ മറുപടിയല്ല ആത്യന്തിക നന്മ. ആത്യന്തിക നന്മ ഇതാണ്. പക്ഷെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചോദിക്കരുതോ? ചോദിക്കാം. നമ്മുടെ പിതാവിനോട് നമുക്ക് ചോദിക്കാം. പക്ഷെ അവിടുന്ന് തരാതിരുന്നാൽ അതിനെ ചൊല്ലി പകയും പിണക്കവുമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ചാലിൽ നിന്ന് മാറ്റിക്കളയരുത്. മറിച്ച് എന്താ വേണ്ടത്? ദൈവം അത് തരുന്നില്ലെങ്കിലും അതിൻ്റെ അകത്തൊരു നന്മയുണ്ട്. ദൈവം അത് നന്മയ്ക്കാക്കി തീർക്കും. ഒരുപക്ഷെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് എന്നെ കൂടുതൽ അനുരൂപരാക്കാൻ വേണ്ടിയായിരിക്കും അതെനിക്ക് നിഷേധിച്ചേക്കുന്നത്. മേലുദ്യോഗസ്ഥന്റെ ട്രാൻസ്ഫർ നീട്ടിക്കൊണ്ടുപോകുന്നതിന് കാര്യം ഒരുപക്ഷെ എന്നെ കൂടുതൽ സൗമ്യത പഠിപ്പിക്കാനായിരിക്കും. ആ നിലയിൽ നമുക്ക് എടുക്കരുതോ? നിത്യതയിൽ ഏതാണ് പ്രയോജനമുള്ളത്? കർത്താവിന്റെ സ്വരൂപത്തോടെ കൂടുതൽ അനുരൂപരാകുന്നതാണ് പ്രയോജനം. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ യാചിക്കാം, ചോദിക്കാം, മുട്ടാം. പക്ഷെ അതെല്ലാം ഉള്ളപ്പോൾ തന്നെ ഏതാണ് അപ്പം, ഏതാണ് കല്ല്, ഏതാണ് മുട്ട, ഏതാണ് തേട്, ഏതാണ് മീന്, ഏതാണ് പാമ്പ് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നത് നമ്മുടെ സ്വർഗീയ പിതാവിനാണ്. അതുകൊണ്ട് അവിടുന്ന് തരുന്നതിന് സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.